നമസ്കാരം, വെൽക്കം ടു മീനു ടോക്കീസ്. കേരള യൂണിവേഴ്സിറ്റി 5ാം സെമസ്റ്റർ LLBയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ലോ പാർട്ട് 2 എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 52 മുതലാണ് തുടങ്ങുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 52 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് there shall be a president of India എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ പാർലമെന്റ് എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. അപ്പൊ അതിൽ നമ്മുടെ ഇന്ത്യയെ നമുക്ക് റൂൾ ചെയ്യുന്ന ഏറ്റവും ഹെഡിൽ നിൽക്കുന്ന അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് പവർ ഉള്ള ആളെന്ന് പറയുന്നത് പ്രസിഡന്റ് ആണ്. അതറിയാലോ. അപ്പൊ നമ്മൾ എപ്പോഴും ഓർക്കുക, ആർട്ടിക്കിൾ 52 ആർട്ടിക്കിൾ എന്നുള്ളത് മറന്നുപോയത്. ആർട്ടിക്കിൾ 52 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സേസ് ദാറ്റ് there shall be a president of India. ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് വേണം എന്നാണ് ആർട്ടിക്കിൾ 52 പറയുന്നത്. ആർട്ടിക്കിൾ 52 പറയുന്ന മനസ്സിലായല്ലോ. ആർട്ടിക്കിൾ 52 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ സേസ് ദാറ്റ് there shall be a president of India. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എക്സിക്യൂട്ടീവ് പവർ, അതായത് എക്സിക്യൂട്ടീവ് പവർ എന്ന് പറയുന്നത് എപ്പോഴും വെസ്റ്റഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് പ്രസിഡന്റ് ആണ്. അപ്പോൾ ആർട്ടിക്കിൾ 52 പറയുന്നത് there shall be a president of India എന്നുള്ളതാണ്. ആർട്ടിക്കിൾ 53 പറയുന്നത് the executive power of the union is vested in പ്രസിഡന്റ്. മനസ്സിലായല്ലോ. അപ്പോൾ ആർട്ടിക്കിൾ 52, 53 എന്താ കാര്യങ്ങൾ പറയുന്നത് മനസ്സിലായി. അപ്പോൾ പ്രസിഡന്റ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് എഴുതി തുടങ്ങേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ ഫണ്ടമെന്റൽ ലോ ഓഫ് ദ ലാൻഡ്. എന്നിട്ട് ആർട്ടിക്കിൾ 52 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഡിക്ലെയർസ് ദാറ്റ് there shall be a president of India. അത് കഴിഞ്ഞ് ആർട്ടിക്കിൾ 53 പറയുന്നത് ദ എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദ യൂണിയൻ ഈസ് വെസ്റ്റഡ് ഇൻ പ്രസിഡന്റ്. ഓക്കെ, അത് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത വരുന്നത് ആർട്ടിക്കിൾ 54 ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ്. എങ്ങനെയാണ് ഒരു പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുന്നത്? നമുക്കറിയാം, നമ്മൾ സാധാരണ നമ്മൾ പോയി വോട്ടിട്ടല്ല പ്രസിഡന്റിനെ എടുക്കുന്നത്, അല്ലെ? അപ്പോൾ പ്രസിഡന്റിനെ എടുക്കുന്ന ഒരു പ്രത്യേക രീതിയിലായിരിക്കും. അതെങ്ങനെയാണ്? ദർ ഇസ് എൻ ഇലക്ട്രൽ കോളേജ്. ഒരു ഇലക്ട്രൽ കോളേജ് വഴിയാണ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ എപ്പോഴും ഓർത്തണം ഇലക്ട്രൽ കോളേജ് ഉണ്ടെന്ന്. അപ്പൊ എന്താണ് ഇലക്ട്രൽ കോളേജ് എന്ന് പറയുന്നത്? ഇലക്ട്രൽ കോളേജ് എന്ന് പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ഹൗസ് ഓഫ് പീപ്പിൾ, അല്ലെങ്കിൽ ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ബോത്ത് ഹൗസ് ഓഫ് പാർലമെന്റ് ആൻഡ് ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് സ്റ്റേറ്റ്. അതായത് രണ്ട് ഹൗസ്, പാർലമെന്റ് രണ്ട് ഹൗസ് ഉണ്ടെന്ന് അറിയാലോ, ലോക്സഭ ആൻഡ് രാജ്യസഭ. ഈ രണ്ട് ഹൗസിലെയും ഇലക്റ്റഡ് മെമ്പേഴ്സ്, അത് എപ്പോഴും ശ്രദ്ധിക്കുക, അത് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. കാരണം നോമിനേറ്റഡ് മെമ്പേഴ്സ് അല്ല, ഇലക്റ്റഡ് മെമ്പേഴ്സ് തന്നെ വേണം. ഓക്കെ, അപ്പം ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ബോത്ത് ഹൗസ് ഓഫ് പാർലമെന്റ്, ഓൾസോ ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് നമ്മുടെ നിയമസഭ ഉണ്ടല്ലോ, നിയമസഭയിലെ ഇലക്റ്റഡ് മെമ്പേഴ്സും കൂടെ ചേർന്നിട്ടാണ് എന്ത് ഇലക്ട്രൽ കോളേജ് രൂപീകരിക്കുന്നത്. ഈ ഇലക്ട്രൽ കോളേജ് വഴിയാണ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ ഇലക്ഷൻ മനസ്സിലായല്ലോ. ആർട്ടിക്കിൾ 54 ഇലക്ഷൻ പറയുന്നത് പ്രസിഡന്റ് ഷാൽ ബി ഇലക്ടഡ് ത്രൂ മെമ്പേഴ്സ് ഓഫ് ദ ഇലക്ട്രൽ കോളേജ് ആൻഡ് ദിസ് ഇലക്ട്രൽ കോളേജ് കൺസിസ്റ്റ് ഓഫ് ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ബോത്ത് ഹൗസ് ഓഫ് പാർലമെന്റ് ആൻഡ് ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഓഫ് ദ സ്റ്റേറ്റ്. മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ 3 ആർട്ടിക്കിൾ പഠിച്ചു. 52 പ്രസിഡന്റ് വേണമെന്ന് പറയുന്നു, 53 എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദ യൂണിയൻ വെസ്റ്റഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് പ്രസിഡന്റ് എന്ന് പറയുന്നു, 54 ഇലക്ഷൻ ഓഫ് ദ പ്രസിഡന്റ് എങ്ങനെയാണെന്ന് പറയുന്നു. ഓക്കെ, ഇനി നമുക്ക് മാനർ ഓഫ് ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റും. അതൊന്നും അത്യാവശ്യമായിട്ട് വേണ്ടതല്ല. ഇനി നമുക്ക് അടുത്ത ഇമ്പോർട്ടൻസ് സാധനമാണ് ആർട്ടിക്കിൾ 56 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 56 പറയുന്നത് ടേം ഓഫ് പ്രസിഡന്റ്. ഒരു പ്രസിഡന്റ് എത്ര കാലയളവാണ് ഓഫീസ് ഹോൾഡ് ചെയ്യുന്നത് അറിയാമോ? 5 years, 5 വർഷമാണ്. ഓക്കെ, അണ്ടിൽ എന്തൊക്കെ കാരണങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അതായത് 5 വർഷമാണ് നോർമലി ഒരു പ്രസിഡന്റിന്റെ ഓഫീസ് ടെന്യൂർ എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെ സാഹചര്യത്തിലാണ് 5 വർഷം അല്ലാതെ അതിന് മുന്നേ പോകേണ്ടി വരുന്നതെന്ന് പറയുന്നത്, എപ്പോഴെങ്കിലും പ്രസിഡന്റ് വൈസ് പ്രസിഡന്റിന് ഒരു റെസിഗ്നേഷൻ ലെറ്റർ എഴുതി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 5 വർഷം ഹോൾഡ് ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഇംപീച്ച്മെന്റ്, പ്രസിഡന്റിനെ പുറത്താക്കുന്ന പ്രോസസ്സാണ് ഇംപീച്ച്മെന്റ് വഴി പ്രസിഡന്റിനെ പുറത്താക്കുകയാണെന്നുണ്ടെങ്കിലും 5 വർഷം ഹോൾഡ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. ഇംപീച്ച്മെന്റ് എന്താണെന്ന് നമുക്ക് പിന്നെ പറയാം. അപ്പൊ എപ്പോഴൊക്കെയാണ് പ്രസിഡന്റ്, അപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ടേം ഓഫ് ഓഫീസ് ആണ്, അല്ലെ? അപ്പോൾ ആർട്ടിക്കിൾ 56 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ സേസ് അബൌട്ട് ടേം ഓഫ് ഓഫീസ് ഓഫ് പ്രസിഡന്റ് എന്നാണ് പറയുന്നത്. എ പ്രസിഡന്റ് ക്യാൻ ഹോൾഡ് ദ ഓഫീസ് for a term of 5 years from the date on which he enters upon his office. ആ ഓഫീസിൽ എൻ്റർ ചെയ്യുന്നത് മുതൽ 5 വർഷം വരെ എന്ത് ചെയ്യാൻ പറ്റും? ആ ഓഫീസ് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റും. പ്രൊവൈഡഡ് ദാറ്റ് ദ പ്രസിഡന്റ് മേ ബൈ റൈറ്റിംഗ് അണ്ടർ ഹിസ് ഹാൻഡ് അഡ്രസ് ടു ദ വൈസ് പ്രസിഡന്റ് ഹിസ് റിസൈൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ആവശ്യം വരുന്നില്ല. രണ്ടാമത്, ദ പ്രസിഡന്റ് മേ ഫോർ ദ വയലേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ബി റിമൂവ്ഡ് ഫ്രം ദ ഓഫീസ് ബൈ ഇംപീച്ച്മെന്റ് ഇൻ ദ മാനർ പ്രൊവൈഡഡ് ആർട്ടിക്കിൾ 61. ആർട്ടിക്കിൾ 61 നമ്മൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. അതുപോലെ ദ പ്രസിഡന്റ് ഷാൽ നോട്ട് വിത്ത്സ്റ്റാൻഡിംഗ് ദ എക്സ്പിറേഷൻ ഓഫ് ഹിസ് ടേം
കണ്ടിന്യൂ ടു ഹോൾഡ് ഓഫീസ് അണ്ടിൽ ഹിസ് സക്സസർ എൻഡേഴ്സ് അപ്പോൺ ഹിസ് ഓഫീസ്. അതായത് എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അല്ല, നമ്മൾ 5 വർഷം കഴിഞ്ഞിട്ടും ചിലപ്പോൾ എന്ത് പറ്റുമെന്ന് അറിയാമോ, നമ്മുടെ സക്സസർ ആയിട്ടുള്ള ആൾ, അതായത് 5 വർഷം കഴിഞ്ഞ് അടുത്ത പ്രസിഡന്റിനെ അപ്പോയിന്റ് ചെയ്യുമല്ലോ, ആ പ്രസിഡന്റ് വരുന്ന അത്രയും സമയം കൂടി വേണമെങ്കിൽ ഈ പ്രസിഡന്റ് ഹോൾഡ് ചെയ്യാൻ പറ്റും ഓഫീസ്. അങ്ങനെയാണെങ്കിലും 5 വർഷത്തേക്കായിട്ട് കൂടും. മനസ്സിലായില്ല? അതായത് 5 വർഷമാണ് നിലവിലെ ടേം ഓഫ് ഓഫീസ് എന്ന് പറയുന്നത്. പക്ഷെ അടുത്ത പ്രസിഡന്റിനെ അപ്പോയിന്റ് ചെയ്യാൻ കുറച്ചുകൂടെ താമസം എടുത്താലും അത്രയും കാലയളവ് കൂടി ഈ പ്രസിഡന്റ് എന്ത് ചെയ്യാൻ പറ്റും, ഓഫീസ് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ടേം ഓഫ് ഓഫീസ് എന്ന് പറയുന്നത് 5 വർഷമാണ്. ആർട്ടിക്കിൾ 56 പറയുന്നത്. ഇനി 5 വർഷം ഫ്രം ദ ഡേ ഹി എൻറ്റേഴ്സ് അപ്പോൺ ഹിസ് ഓഫീസ് ആണ്. ഇനി എപ്പോഴാണ് 5 വർഷം അല്ലാതാകുന്നത്? ഒന്നെങ്കിൽ എന്താണ്, റെസിഗ്നേഷൻ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ. രണ്ടാമത്തെ കാര്യം, ഇംപീച്ച്മെന്റ് വഴി പ്രസിഡന്റിനെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ. മൂന്നാമത്തെ കാര്യം, പ്രസിഡന്റ് സക്സസർ എൻ്റർ ആകുന്ന സമയം വരെ എന്ത് ചെയ്യാൻ പറ്റും, ഓഫീസ് ഹോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 3 കണ്ടീഷനിലാണ് എന്ത് പറ്റുന്നത്, പ്രസിഡന്റിന്റെ ടേം ഓഫ് ഓഫീസ് 5 വർഷത്തെക്കാട്ടിൽ കൂടുന്നതോ കുറയുന്നതോ. അപ്പോൾ നോർമലി ടെന്യൂർ എന്ന് പറയുന്നത് 5 വർഷമാണ്. മറക്കണ്ട. അപ്പോൾ ആർട്ടിക്കിൾ 56 മനസ്സിലായല്ലോ. ഇനി ഒരു പ്രസിഡന്റ് ഒരു തവണ ഇലക്റ്റഡ് ആയ പ്രസിഡന്റിന് പിന്നെ റീ എലക്ഷൻ പറ്റുമോ? പറ്റും. അതായത് ആർട്ടിക്കിൾ 57 പറയുന്നത് ഒരു തവണ ഇലക്റ്റഡ് ആയിട്ടുള്ള പ്രസിഡന്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും ഇലക്ട് ചെയ്ത പ്രസിഡന്റ് ആക്കാനായിട്ട് പറ്റും. എ പേഴ്സൺ ഹു ഹോൾഡ് or who was held the office as president shall, subject to other portion of the constitution, be eligible for re-election to that office. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. 2 മാർക്കിനും 4 മാർക്കിനും ഒക്കെ ചോദിക്കാറുള്ളതാണ്. ക്വാളിഫിക്കേഷൻസ് ഓഫ് എ പ്രസിഡന്റ്. ഒരാളെ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കണമെങ്കിൽ എന്തെല്ലാം ക്വാളിഫിക്കേഷൻ ആണ് വേണ്ടത്? ഇറ്റ് സേസ് ഇൻ ആർട്ടിക്കിൾ 58. ഓക്കെ. അപ്പോൾ ആർട്ടിക്കിൾ 58 ഒരാൾ പ്രസിഡന്റിന്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത്. ഫസ്റ്റ് വൺ, he is a citizen of India. Indian citizen ആയിരിക്കണം. നമ്പർ 2, he must have completed 35 years of age. 35 വയസ്സ് പ്രായം ആയ ആളായിരിക്കണം. ആൻഡ് he is qualified for election as member of House of People. അതായത് ഹൗസ് ഓഫ് പീപ്പിൾ എന്ന് പറയുമ്പോൾ ലോക്സഭയെ മെമ്പറായിട്ട് ഇലക്ട് ചെയ്യാനുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കണം. അപ്പൊ ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ he is qualified to be appointed as a president. ഒരു കാര്യം ഇവിടെ പറയാം, ഇഫ് ദിസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും ഒരു ഓഫീസ് ഓഫ് പ്രോഫിറ്റ് അണ്ടർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയോ ഗവൺമെന്റ് ഓഫ് സ്റ്റേറ്റോ ലോക്കൽ അതോറിറ്റി ഒക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രസിഡന്റ് ഈ വ്യക്തിക്ക് പ്രസിഡന്റ് ആവാനായിട്ട് കഴിയത്തില്ല. ഓക്കെ. അപ്പൊ 4 കാര്യമാണ് നമ്മൾ പറയുന്നത്. ആർട്ടിക്കിൾ 58 പറയുന്നത് ഹി ഈസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. നമ്പർ 2, he must have completed 35 years of age. Number 3, he is qualified to be elected as member of Lok Sabha. ഇനി ലാസ്റ്റ് വൺ, no person who hold a office of profit under any government. ഓക്കെ. അപ്പോൾ എനി ഗവൺമെന്റ് ഉള്ളത് നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുക. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഗവൺമെന്റ് ഓഫ് സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റി ഷാൽ നോട്ട് ബി എലിജിബിൾ ടു ബി അപ്പോയിന്റ് ആസ് എ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. മനസ്സിലായല്ലോ? 58 പറയുന്ന ക്വാളിഫിക്കേഷൻ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഈ ക്വാളിഫിക്കേഷൻ നന്നായിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈസ് പ്രസിഡന്റ് ആയാലും അതൊക്കെ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് കണക്ട് ചെയ്ത് എഴുതാനായിട്ട് പറ്റും. അതുകൊണ്ട് ക്വാളിഫിക്കേഷൻ നന്നായിട്ട് തന്നെ കാണാൻ പഠിച്ചു വെക്കുക. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആണ് ആർട്ടിക്കിൾ 61. നമ്മൾ നേരത്തെ പറഞ്ഞു ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ്. ഒരു പ്രസിഡന്റിനെ നമ്മൾ പുറത്താക്കുന്ന പ്രോസസ്സ്. ഓക്കെ, അത് നോക്കാം. The President of India shall be removed by the process of impeachment. ഇംപീച്ച്മെന്റ് എന്നാണ് പറയുന്നത്, ഓർത്ത് വെച്ചോണ്ട്. ഇംപീച്ച്മെന്റ് വഴിയാണ് പ്രസിഡന്റിനെ റിമൂവ് ചെയ്യുന്നത്. ഒരൊറ്റ കാര്യമാണ് നമ്മൾ കൊടുക്കുന്നത്, ഇഫ് ഹി കമ്മിറ്റഡ് എനി വയലേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. പ്രസിഡന്റ് വയലേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇംപീച്ച്മെന്റ് ചെയ്യും. അപ്പൊ അതാണ് നമ്മൾ നോക്കുന്നത്. ഇംപീച്ച്മെന്റ് ഈസ് പോസിബിൾ ഓൺലി ഇൻ കേസ് ഓഫ് ചാർജ് ഓഫ് വയലേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി ഈ ചാർജ് ഓഫ് വയലേഷൻ എന്ന് പറയുന്നത് ആരാണ് പ്രിഫർ ചെയ്യുന്നത്? ലോക്സഭയോ അല്ലെങ്കിൽ രാജ്യസഭയോ പ്രിഫർ ചെയ്യണം. അതായത് ഇങ്ങനെ നമ്മുടെ പ്രസിഡന്റ് ഇതുപോലെ ചാർജ് ഓഫ് വയലേഷൻ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വയലേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള ചാർജ് ലോക്സഭയോ അല്ലെങ്കിൽ രാജ്യസഭയോ പ്രിഫർ ചെയ്യും. അപ്പോൾ ഏത് ഹൗസാണോ പ്രസിഡന്റ് എഗൈൻസ്റ്റ് ആയിട്ട് ഇതുപോലൊരു ചാർജ് കൊണ്ടുവരുന്നത്, ആ ഹൗസിലെ ടോട്ടൽ മെമ്പേഴ്സിന്റെ 2/3 ആൾക്കാർ പാസ് ചെയ്തൊരു റെസൊല്യൂഷൻ ഇവരെന്ത് ചെയ്യണം? പാസ് ചെയ്യണം. ഓക്കെ. ഈ റെസൊല്യൂഷൻ പാസ് ചെയ്യുന്നതിന് മുന്നേ 14 ദിവസത്തെ പ്രയർ നോട്ടീസ് കൊടുത്തിരിക്കണം. ഈ നോട്ടീസും എന്ത് ചെയ്യണം? ടോട്ടൽ മെമ്പേഴ്സിന്റെ 1/4 മെമ്പേഴ്സ് സൈൻ ചെയ്തിരിക്കണം. ഇനി ഏത് ഹൗസാണോ ആ ഒരു ചാർജ് കൊണ്ടുവന്നത്, മറ്റേ ഹൗസ് എന്ത് ചെയ്യണം? അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. അതായത് ഇപ്പൊ ചാർജ് പ്രിഫേർഡ് ബൈ ലോക്സഭ ആണെന്നുണ്ടെങ്കിൽ രാജ്യസഭ എന്ത് ചെയ്യും? ആ ചാർജ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. അതായത് അങ്ങനെ ഉള്ളതാണോ എന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. ഇനി ഈ പറഞ്ഞ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന സമയത്ത് പ്രസിഡന്റിന് നേരിട്ട് അപ്പിയർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു റെപ്രസെന്റേറ്റീവിനെ വിടാം. ഓക്കെ. ഇനി ഈ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഹൗസിന്റെ ടോട്ടൽ മെമ്പേഴ്സിന്റെ 2/3 മെമ്പേഴ്സും റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്താക്കും? നമ്മുടെ പ്രസിഡന്റിനെ റിമൂവ് ചെയ്യാനുള്ള എഫക്റ്റ് കൊണ്ടുവരും. അങ്ങനെയാണ് പ്രസിഡന്റിനെ ഇംപീച്ച്മെന്റ് വഴി റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലായോ?
പ്രസിഡന്റിനെ റിമൂവ് ചെയ്തെന്ന് പറയുന്നത് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ വയലേഷൻ ഉണ്ടായിരിക്കണം. അപ്പൊ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ വയലേഷൻ ഉണ്ടെന്നുള്ള ചാർജ് പ്രിഫർ ചെയ്യുന്നത് ഏതർ ഒന്നുകിൽ ലോക്സഭ അല്ലെങ്കിൽ രാജ്യസഭയായിരിക്കും. ഇനി ഏത് ഹൗസ് ആണോ അങ്ങനെ പറയുന്നത് ആ ഹൗസിന്റെ ടോട്ടൽ മെമ്പേഴ്സ് 2/3 മെമ്പേഴ്സ് എന്ത് ചെയ്യണം, ആ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ടായിരിക്കണം. റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് 14 ദിവസത്തിന് മുന്നേ എന്ത് ചെയ്യണം, നോട്ടീസ് കൊടുക്കണം. ആ നോട്ടീസിൽ ടോട്ടൽ മെമ്പേഴ്സിന്റെ 1/4 മെമ്പേഴ്സ് സൈൻ ചെയ്തിരിക്കണം. എന്നിട്ട് ഏത് ഹൗസ് ആണോ ഈ പറഞ്ഞ ചാർജ് കൊണ്ടുവന്നത് മറ്റേ ഹൗസ് അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിരിക്കണം. ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോൾ പ്രസിഡന്റിനോ അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവിനോ അവിടെ പങ്കെടുക്കാം. എന്നിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന അതോറിറ്റി അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഹൗസിന്റെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന ഹൗസിന്റെ ടോട്ടൽ മെമ്പേഴ്സിന് 2/3 മെമ്പേഴ്സും ആ റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രസിഡന്റ് എന്ത് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ പ്രസിഡന്റിനകത്ത് പഠിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ 52 തൊട്ടാണ് പഠിച്ചത്. ആർട്ടിക്കിൾ 52 പ്രസിഡന്റ് എന്താണ് പറയുന്നു, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ആർട്ടിക്കിൾ 53 എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദി പ്രസിഡന്റ് പറയുന്നു. ആർട്ടിക്കിൾ 54 ഇലക്ഷൻ ഓഫ് ദി പ്രസിഡന്റ് പറയുന്നു. ആർട്ടിക്കിൾ 56 ടേം ഓഫ് ഓഫീസ് ഓഫ് പ്രസിഡന്റ് പറയുന്നു. എന്നിട്ട് ആർട്ടിക്കിൾ 57 എലിജിബിലിറ്റി ഫോർ റീ ഇലക്ഷൻ പറയുന്നു. 58 ക്വാളിഫിക്കേഷൻ പറയുന്നു. പിന്നെ 61 ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ് പറയുന്നു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് പ്രസിഡന്റ് ചോദിക്കുന്നതെങ്കിൽ പോലും നിങ്ങൾ ഇത്രയും ആർട്ടിക്കിൾ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ 52 എഴുതുക, 53 എഴുതുക, 54 എഴുതുക, 56 എഴുതുക, 57, 58 ആൻഡ് 61. ഇത്ര ആർട്ടിക്കിൾ മനസ്സിലായല്ലോ. ഒന്നും കൂടി വേണമെങ്കിൽ പറയാം. 52 ദേശാഭിമാനി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. 53 പറയുന്നത് എന്താണ്, എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദി യൂണിയൻ ഈസ് വെസ്റ്റഡ് വിത്ത് പ്രസിഡന്റ്. 54 പറയുന്നത് ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ്. 56 പറയുന്ന ടേം ഓഫ് ഓഫീസ് ഓഫ് പ്രസിഡന്റ്, എത്ര വർഷമാണ് ടേം എന്നുള്ളത്. 56 57 റീ ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ് പറയുന്നു. 58 ക്വാളിഫിക്കേഷൻ പറയുന്നു. 61 ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ് പറയുന്നു. അപ്പൊ പ്രസിഡന്റിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ള പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അതുവരെ നന്ദി.